ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ പല മിസ്റ്റേക്സും വരുത്താറുണ്ട്. വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന ചില മിസ്റ്റേക്സും ഉണ്ട്. അങ്ങനെ വളരെ കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ ഇന്നത്തെ ലെസണിൽ നമ്മൾ പറയാൻ പോകുന്നത്. വിൽ എന്ന വാക്കും ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു മിസ്റ്റേക്കാണ്. വിൽ എന്ന വാക്ക് നമുക്ക് ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടതാണ്. ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ ഉണ്ടാവും ഒരു പാർട്ടിൽ, പിന്നെ അടുത്ത പാർട്ടിൽ ഒരു റിസൾട്ടും ഉണ്ടാവും. നീ ഇവിടെ വരികയാണെങ്കിൽ എന്നെ കാണും, ഞാൻ അവിടെ പോവുകയാണെങ്കിൽ ഞാൻ അവനെ മീറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പറയില്ലേ ഒരു കണ്ടീഷൻ. ആ കണ്ടീഷൻ കറക്റ്റ് ആവുകയാണെങ്കിൽ റിസൾട്ടും ഉണ്ടാകും എന്നതാണ്. അപ്പോൾ അങ്ങനെ പറയുന്നതാണ് ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസസ്. അപ്പോൾ അതിനൊരു കണ്ടീഷൻ എന്നൊരു പാർട്ടുണ്ട്, പിന്നെ ഒരു റിസൾട്ടും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസസ് പറയുമ്പോൾ നമുക്ക് വില്ലിൻ്റെ ഒരു ആവശ്യമുണ്ട്, വിൽ എന്ന വാക്കിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഞങ്ങൾ ബീച്ചിൽ പോകും. കാലാവസ്ഥ നല്ലതാണെങ്കിൽ എന്നതാണ് കണ്ടീഷൻ, ബീച്ചിൽ പോകും എന്നതാണ് റിസൾട്ട്. ഇവിടെ നമുക്ക് വിൽ ഉപയോഗിക്കേണ്ടത് ഈ റിസൾട്ട് പറയുന്ന ആ ഒരു പാർട്ടിൽ മാത്രമാണ്. കണ്ടീഷൻ പറയുമ്പോൾ നമുക്കവിടെ വില്ലിൻ്റെ ആവശ്യമില്ല. പക്ഷേ പലരും അങ്ങനെ തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ നാളെ നല്ലതാണെങ്കിൽ ഞങ്ങൾ ബീച്ചിൽ പോകും. ഇഫ് ദ വെദർ ഈസ് ഫൈൻ ടുമാറോ വി വിൽ ഗോ ടു ദ ബീച്ച്. ഇഫ് ദ വെദർ ഈസ് ഫൈൻ ആണ്, അവിടെ വില്ലിൻ്റെ ആവശ്യമില്ല. കണ്ടീഷൻ പാർട്ടിൽ വില്ലിൻ്റെ ആവശ്യമില്ല. മഴ ഉള്ള ഒരു ദിവസമാണെങ്കിൽ നാളെ ഞങ്ങൾ ബീച്ചിൽ പോകും. ഇഫ് ഇറ്റ് ഈസ് റെയിനി ടുമാറോ വി വിൽ ഗോ ടു ദ ബീച്ച്. നോക്കൂ, ഇഫ് ഇറ്റ് ഈസ് ആണ്, അവിടെ വില്ലിൻ്റെ ആവശ്യമില്ല. കണ്ടീഷൻ പാർട്ടിൽ വിൽ പറയാൻ പാടില്ല. അപ്പോൾ ഇഫ് ദ വെദർ ഈസ് ഗുഡ്, ഇഫ് ഇറ്റ് ഈസ് റെയിനി, ഇങ്ങനെയൊക്കെ. ഇറ്റ് ഈസ് ആണ്, വില്ലല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ വെൻ എന്നുപയോഗിക്കുമ്പോഴും നമ്മൾ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. ഇപ്പോൾ വീട്ടിൽ എത്തുമ്പോൾ ഞാൻ നിന്നെ വിളിക്കും. വീട്ടിലെത്തുമ്പോൾ ഞാൻ നിന്നെ വിളിക്കുമെന്നാണ്. വീട്ടിലെത്തുമ്പോൾ ഐ വിൽ കോൾ യു വെൻ ഐ ഗെറ്റ് ഹോം. നോക്കൂ, വെൻ ഐ വിൽ ഗെറ്റ് ഹോം അല്ല, വെൻ ഐ ഗെറ്റ് ഹോം. വീട്ടിലെത്തുമ്പോൾ ഞാൻ നിന്നെ വിളിക്കും, അതാണ് ഒരു കാര്യം ഉണ്ടാകുന്നത്, റിസൾട്ട് ഉണ്ടാകുന്നത് അതാണ്, നിന്നെ വിളിക്കും എന്നതാണ്. അവിടെയാണ് ആ റിസൾട്ട് പറയുന്ന ഭാഗത്താണ്, അവിടെയാണ് നമുക്ക് വിൽ ഉപയോഗിക്കേണ്ടത്. ഐ വിൽ കോൾ യു വെൻ ഐ വിൽ ഗെറ്റ് ഹോം. ഞാൻ വീട്ടിലെത്തുമ്പോൾ നിന്നെ വിളിക്കും. രണ്ട് ഭാഗത്തും വിൽ ഉപയോഗിച്ചു, അതും തെറ്റാണ്. രണ്ട് ഭാഗത്തും രണ്ട് പാർട്ടിലും വില്ലിൻ്റെ ആവശ്യം ഇല്ല. എനിക്ക് ഈ ജോലി കിട്ടിയാൽ ഞാൻ സിറ്റിയിലേക്ക് മാറും. ഞാൻ സിറ്റിയിലേക്ക് മാറും എന്നതാണ് റിസൾട്ട്. ഇഫ് ഐ ഗെറ്റ് ദിസ് ജോബ്, ഈ ജോലി എനിക്ക് കിട്ടുകയാണെങ്കിൽ ഐ വിൽ മൂവ് ടു ദ സിറ്റി, ഞാൻ സിറ്റിയിലേക്ക് മാറും. ഇഫ് ഐ വിൽ ഗെറ്റ് ദിസ് ജോബ് എന്ന് പറഞ്ഞാൽ റോങ്. ഇഫ് ഐ ഗെറ്റ് ദിസ് ജോബ്, അവിടെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് ഐ ഗെറ്റ് ദിസ് ജോബ് ഐ വിൽ മൂവ് ടു ദ സിറ്റി. ഇഫ് ഷീ സ്റ്റഡീസ് ഹാർഡ് ഷീ വിൽ പാസ് ദ എക്സാം. നോക്കൂ, അവൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇഫ് ഷീ സ്റ്റഡീസ് ഹാർഡ്, ഷീ വിൽ സ്റ്റഡി അല്ല, ഷീ സ്റ്റഡീസ് ഹാർഡ്. ഷീ വിൽ പാസ് ദ എക്സാം, അവൾ എക്സാം പാസ്സാവും. ചില ആളുകൾ മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നത് എന്താ, ഇഫ് ഷീ വിൽ സ്റ്റഡി ഹാർഡ് ഷീ വിൽ പാസ് ദ എക്സാം. അത് റോങ് ആണ്. അപ്പോൾ പറയേണ്ടത് ഇഫ് ഷീ സ്റ്റഡീസ് ഹാർഡ് ഷീ വിൽ പാസ് ദ എക്സാം. ഇഫ് ഹി റൺസ് ഫാസ്റ്റ് ഹി വിൽ വിൻ. ഇഫ് ഹി റൺസ് ഫാസ്റ്റ് ഹി വിൽ വിൻ. ഫാസ്റ്റായിട്ട് ഓടുകയാണെങ്കിൽ അവൻ ജയിക്കും. ഇഫ് യു കം ഹിയർ, നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഐ വിൽ ഗിവ് യു സ്വീറ്റ്സ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ, ഇഫ് യു വിൽ കം അല്ല, ഇഫ് യു കം ഹിയർ. കണ്ടീഷൻ പറയുന്ന ആ ഒരു ഭാഗത്ത് വില്ല് ഉപയോഗിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ രണ്ട് പാർട്ടിലും വില്ല് ഉപയോഗിക്കാനും പാടില്ല. വിൽ ഉപയോഗിക്കേണ്ടത് റിസൾട്ട് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി സംസാരിക്കുമ്പോൾ മിസ്റ്റേക്ക് വരുത്താതെ ശ്രദ്ധിക്കുക.